ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ബാങ്കിങ് ഇടപാട് നടത്തുന്ന ബാങ്ക് ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുന്നത്. ബാങ്കിങ് ഇടപാട് നടത്തുന്ന എല്ലാ ആളുകളും KYC നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ്. ATM ബാങ്കുകളിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും ATM കാർഡ് ഉപയോഗിക്കുന്ന ബാങ്കിങ് ഉപഭോക്താക്കൾ 6 മാസത്തിൽ ഒരിക്കൽ ATM കാർഡ് ഇടപാട് നടത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും KYC ചെയ്യേണ്ടതുണ്ട്. ഒരു വർഷത്തിൽ 2 തവണ 6 മാസം ഇടവിട്ട് ATM കാർഡ് 6 മാസത്തിൽ ഒറ്റ തവണയെങ്കിലും ATM ഇതിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത 6 മാസത്തിന് ശേഷം വീണ്ടും KYC കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഇത് ബാങ്ക് തട്ടിപ്പുകൾ, ബാങ്കിൻ്റെ പേരിൽ അക്കൗണ്ട് വഴി ഒരുപാട് തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ആളുകളുടെയും ബാങ്കിൽ നിന്നും പണം തട്ടിപ്പിനിരയാവുന്നുണ്ട്. പല ആളുകളുടെയും പണം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പണം നഷ്ടപ്പെടാതിരിക്കാനും തട്ടിപ്പുകൾ ഒഴിവാവാനും വേണ്ടിയിട്ടാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. കൂടാതെ പണമിടപാട് നടത്തുമ്പോൾ മൊബൈൽ നമ്പർ, നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് ചെയ്യുന്ന സമയത്ത് പണമിടപാട് നടത്തുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ OTP ആണ് ഉപയോഗിക്കാറ്. നമുക്ക് OTP മൊബൈലിൽ വന്ന ശേഷം ആ നമ്പർ എൻ്റർ ചെയ്താണ് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് ഇനി ഒരു മാറ്റം വരാൻ പോവുകയാണ്. OTP വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും നമുക്ക് ലഭിക്കും. അത് കൃത്യമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ പണമിടപാട് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും RBI അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ പരിപാടികളും നടന്നു വരുന്നുണ്ട് എന്ന് RBI കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ RBI കൊണ്ടുവന്ന ഒരു പുതിയ നിയമം എന്ന് പറഞ്ഞാൽ, കൂടുതൽ പണം വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 25 ലക്ഷം രൂപയിൽ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് RBI ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് തിരിച്ചടയ്ക്കാത്തത് എന്ന് കൃത്യമായി അന്വേഷിക്കുകയും എത്ര തിരിച്ചടയ്ക്കാനുണ്ടെന്നും അതുപോലെ തന്നെ RBI കൃത്യമായി തിരിച്ചടയ്ക്കാത്ത ആളുകൾ, മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങളോടും അതുപോലെ തന്നെ ബാങ്കുകളോടും അറിയിച്ചിട്ടുണ്ട്. RBIയുടെ പുതിയ കരട് രേഖയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും RBI അറിയിച്ചിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉൾക്കൊള്ളുന്ന നടപടികൾ ചെയ്യാൻ ബാങ്കിനോടും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനത്തോടും അറിയിപ്പ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വായ്പാ തട്ടിപ്പുകാരുടെ കൂട്ടത്തിൽ ഇവരെ പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. വായ്പ തിരിച്ചടയ്ക്കാത്ത ആളുകൾ, മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്ത ആളുകളെ വായ്പാ തട്ടിപ്പുകാരുടെ ഗുണത്തിൽപ്പെടുത്തി അതിനുള്ള നിയമ നടപടികളും കൂടി അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് RBI അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിലുള്ള ഗ്രാമീണ ബാങ്കുകളിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ നടപ്പിലാക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. കുറഞ്ഞ നിരക്കിൽ പ്രീമിയം ആരംഭിച്ച് ഉള്ള പോളിസികളാണ് നടപ്പിലാക്കുന്നത്. ഇത് ബജാജ് അലയൻസ് അതുപോലെ തന്നെ GICയുമായി ഈ 2 കമ്പനിയുമായിട്ടാണ് ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത്. 2 പോളിസികളാണ് നടപ്പിലാക്കുന്നത്.
അതായത് എക്സ്ക്ലൂസീവ് റിക്കവറി റിലീഫ് പോളിസിയും ഗ്രൂപ്പ് ഗാർഡ് പോളിസിയും ആണ് നടപ്പിലാക്കുന്നത്. അതായത് 18 മുതൽ 65 വയസ്സുള്ളവർക്ക് എക്സ്ക്ലൂസീവ് റിക്കവറി റിലീഫ് പോളിസിയിലും അതുപോലെ തന്നെ ഈ പോളിസിയിൽ 65 വയസ്സ് വരെ ചേരാവുന്നതാണ്. അതായത് 18 വയസ്സ് പൂർത്തിയാക്കണം. അത് പിന്നീട് മറ്റുള്ളൊരു കാര്യം, 48 മണിക്കൂർ ഏകദേശം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മാത്രമേ ഈ പോളിസിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതായത് ഒരു തവണ 25,000 രൂപ വരെയാണ് ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നത്. ഇത് വർഷത്തിൽ 5 തവണയാണ് ലഭിക്കുന്നത്. അതായത് 1,25,000 രൂപയാണ് ലഭിക്കുക. അതായത് ഈ പ്രീമിയത്തിൽ നമുക്ക് പല ഓപ്ഷനുകൾ ലഭ്യമാണ്. 10,000 രൂപയുടെയും 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഓപ്ഷനുകൾ ലഭ്യമാണ്. നമ്മൾ 10,000 രൂപയ്ക്ക് അടയ്ക്കേണ്ട തുക 761 രൂപയാണ് നമ്മൾ ഈ പോളിസിയിൽ അടയ്ക്കേണ്ടത്. വളരെ കുറഞ്ഞ പ്രീമിയമാണ് വരുന്നത്. അതായത് ഗ്രാമീണ ബാങ്ക് എല്ലാവർക്കും ഇടപാടുകാർക്കും വേണ്ടി നടപ്പിലാക്കുന്ന പോളിസിയാണ്. 25,000 രൂപയ്ക്ക് ഉള്ള പോളിസിയിൽ നമുക്ക് 1,903 രൂപയാണ് അടയ്ക്കേണ്ടത്. കൂടാതെ ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിൽ 1,500 രൂപ വരെ ഒരു വർഷത്തിൽ ഹെൽത്ത് ചെക്കപ്പ് നടത്താവുന്നതാണ്. ഇനി ഗ്രൂപ്പ് ഗാർഡ് പോളിസിയിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആ ഗ്രൂപ്പ് ഗാർഡ് പോളിസിയിൽ അംഗമാവാൻ 18 വയസ്സ് തികയേണ്ടതും 65 വയസ്സ് കഴിയാൻ പാടുള്ളതുമല്ല. ഈ പോളിസിയിൽ അപകടത്തിൽ മരിച്ചാലും അതുപോലെ തന്നെ അപകടത്തിൽ സ്ഥിരമായി അംഗവൈകല്യം സംഭവിച്ചാലും ഈ ഇൻഷുറൻസിൽ ക്ലെയിം കിട്ടുന്നതായിരിക്കും. അതായത് 5 ലക്ഷം വരെയുള്ള പോളിസികൾക്ക് 109 രൂപയാണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയുള്ള പോളിസികൾക്ക് 217 രൂപയാണ് അടയ്ക്കേണ്ടത്. 15 ലക്ഷം രൂപയുടെ പോളിസിക്ക് 326 രൂപയാണ് അടയ്ക്കേണ്ടത്. ഈ ഇൻഷുറൻസ് ഗ്രാമീണ ബാങ്കിൻ്റെ എല്ലാ ശാഖകളിലും ലഭ്യമാണ്. ഇത് നിലവിലുള്ള ഗ്രാമീണ ബാങ്കുകളിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും ഈ ഇൻഷുറൻസിൽ ചേരാവുന്നതാണ്. കൂടാതെ പുതിയതായി ഈ ഇൻഷുറൻസിൽ ചേരുന്ന ആളുകളുണ്ടെങ്കിൽ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ പോളിസി എടുക്കാവുന്നതാണ്. ഇത്ര നല്ല ഒരു പോളിസി ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും സൗകര്യപ്രദമായ ചെറിയ ഒരു പ്രീമിയമേ ഇതിൽ വരുന്നുള്ളൂ. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും വലിയ പോളിസി കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഗുണകരമായ എല്ലാ ബാങ്ക് ഉപഭോക്താക്കൾക്കും നല്ല ഒരു സൗകര്യമായിട്ടാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും എല്ലാ ആളുകളും ഈ ഇൻഷുറൻസ് ഗുണഭോക്താക്കളാവുക. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ നമ്മൾ മറ്റുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുത്തു നോക്കിയാൽ അറിയാം, വലിയ തോതിലുള്ള പ്രീമിയമാണ് നമുക്ക് അടയ്ക്കേണ്ടി വരിക. അതിന് കാലാവധിയുണ്ട്. ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പോളിസി എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്ര വയസ്സിന് ശേഷം കുറഞ്ഞ വയസ്സുള്ളവർക്ക് മാത്രമേ കുറഞ്ഞ പ്രീമിയം വരൂ. വയസ്സ് കൂടിയവർക്ക് വലിയ തോതിലുള്ള പ്രീമിയം അടയ്ക്കേണ്ടതുണ്ട്. അതായത് വളരെ കുറഞ്ഞ പ്രീമിയം നിരക്കിൽ ഏറ്റവും സൗകര്യപ്രദമായ നമ്മുടെ ബാങ്കിൽ, അതായത് ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് തന്നെയാണ്. ഗ്രാമീണ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ഈ പോളിസി എടുക്കുകയും ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതാണ്.